നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഗ്രഹങ്ങളുടെ സംയോജനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. രണ്ടോ അതിലധികമോ ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ വരുമ്പോൾ അതിനെ ഗ്രഹ സംയോജനം എന്നാണ് പറയുക. ജൂണിൽ ഇത്തരത്തിൽ ഗ്രഹ സംയോജനങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇതുമൂലം രാജയോഗം സൃഷ്ടിക്കപ്പെടുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ പറഞ്ഞു വരുന്നത് ജൂണിൽ സൂര്യന്റെയും ശുക്രന്റെയും സംയോജനം രൂപാന്തരം കൊള്ളുന്നു എന്ന് തന്നെയാണ്. സന്തോഷവും മഹത്വവും നൽകുന്ന ഗ്രഹമായ ശുക്രൻ ജൂൺ 12-ന് മിഥുനം രാശിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനും ജൂൺ 15-ന് മിഥുനം രാശിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അതിനാൽ തന്നെ ശുക്രാദിത്യ യോഗം രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. തന്മൂലം ചില നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ലോട്ടറി ഭാഗ്യം ജീവിതത്തിൽ വന്നു ചേരുന്നു എന്ന് തന്നെ പറയാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ഈ സൗഭാഗ്യങ്ങൾ, അതായത് ധനപരമായി വളരെയധികം നേട്ടങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാകുന്നു. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾക്ക് വളരെയധികം സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേരുക. വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ ശുക്രാദിത്യ രാജയോഗത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ധനപരമായ നേട്ടങ്ങൾ തന്നെയാകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ജോലിയുമായി ബന്ധപ്പെട്ടും കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും വന്ന് ചേരാവുന്നതുമാണ്. എന്നാൽ പ്രധാനമായും നിങ്ങൾക്ക് വന്നു ചേരുന്നത് ധനപരമായ നേട്ടങ്ങൾ. അത് ലോട്ടറിയുമായി ബന്ധപ്പെട്ടോ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ടോ അത്തരത്തിലും ധനം വന്നു ചേരാം. കൂടാതെ കൈവായ്പയായി നൽകിയിരിക്കുന്നതായ പണം തിരികെ ലഭിക്കുവാനും ബിസിനസ്സിൽ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം അല്ലെങ്കിൽ വലിയൊരു സംഖ്യ തന്നെ കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഈ രാജയോഗത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടത് എന്ത് കാര്യമാണ് എങ്കിലും അത് ആവശ്യത്തിൽ കൂടുതലാകാൻ പാടില്ല എന്ന് തന്നെയാണ്. അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ. ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റൊരു രാശി കന്നിരാശിയാകുന്നു. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രാജയോഗം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെയാണ്. പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ ഉയർച്ച വന്നു ചേരും. എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭകരമായ കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾക്ക് കാരണമാകാം. ഭാഗ്യം വന്ന് ചേരുന്നതായ സമയമാകുന്നു. വരാനിരിക്കുന്ന സമയം നിങ്ങൾക്ക് അനുകൂലമാണ് താനും. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ധനപരമായ ഉയർച്ച വന്ന് ചേരുവാൻ സാധിക്കും എന്ന് തന്നെയാകുന്നു. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ഭൂമിയുമായി ബന്ധപ്പെട്ട ആദായം വർദ്ധിക്കാം. വിൽപ്പനകളുമായി ബന്ധപ്പെട്ട് ധനം വന്നു ചേരാം. എന്നാൽ ലോട്ടറി, ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. നൽകിയിരിക്കുന്ന കൈവായ്പകൾ തിരികെ ലഭിക്കുക, മറ്റ് നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ടും സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് ധനപരമായ ഉയർച്ച ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ആഗ്രഹിച്ചതായ ലാഭം അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ലാഭം എന്നിവ വന്ന് ചേരാവുന്ന സമയം കൂടിയാകുന്നു. പ്രതീക്ഷയ്ക്ക് വിപരീതമായി പല കാര്യങ്ങളും അനുകൂലമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പൊതുവെ നോക്കുകയാണ് എങ്കിൽ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. വരാനിരിക്കുന്ന സമയം അനുകൂലമാകുന്നു. എന്നാൽ എന്ത് കാര്യവും ആവശ്യത്തിന് മാത്രമേ പാടൂ എന്ന കാര്യം ഓർക്കുക. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതുമാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കുംഭം രാശിയാകുന്നു. കുംഭം രാശിക്കാരുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായി വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ് എന്നുകൂടി മനസ്സിലാക്കുക.
കാരണം ഈ സമയം ധനപരമായ നേട്ടങ്ങൾ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയോ അല്ലെങ്കിൽ ബിസിനസ്, കർമ്മ മേഖല, മറ്റ് നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാവുന്നതുമാണ്. കൂടാതെ വസ്തുവിൽപ്പന അഥവാ സ്ഥലവിൽപ്പന തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് വിൽപ്പനകളുമായി ബന്ധപ്പെട്ടോ ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ധനപരമായ നേട്ടങ്ങൾ ഉയർച്ചയ്ക്കുള്ള സാധ്യതകളുണ്ട്. ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. ഐശ്വര്യവും അതേപോലെ തന്നെ സന്തോഷവും വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ധനപരമായ ഉയർച്ച പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ സമയം നിങ്ങൾ തീർച്ചയായും ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നതും പരമശിവനെ പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ്. വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരം തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ശുക്രാദിത്യ രാജയോഗം മൂലം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങളാണ് വന്നു ചേരുക. പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. പ്രതീക്ഷിക്കാതെ തന്നെ വലിയ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. മികച്ച രീതിയിലുള്ള ഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. പ്രധാനമായും ധനപരമായ ഉയർച്ച അത് കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ വന്നു ചേരാം. കൂടാതെ നറുക്കെടുപ്പ്, ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ധനപരമായ നേട്ടങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് വിൽപ്പനകളുമായി ബന്ധപ്പെട്ടോ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം പ്രധാനമായും ധനപരമായ ഉയർച്ചയാണ് വന്നു ചേരുക. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ വീക്ഷിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം നിങ്ങൾക്ക് ജോലി ലഭിക്കുവാനും ജോലി മാറുവാനും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് ഫലം. വിദേശത്തു നിന്നും ധനം വരിക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. ഈ സമയം അത്തരം സൗഭാഗ്യങ്ങളും തേടിയെത്താം. പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ധനം അത് സഹായമായോ മറ്റോ കൈകളിലേക്ക് വന്നു ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം തീർച്ചയായും വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പരമശിവനെ ആരാധിക്കുന്നതും അതീവ ശുഭകരമാണ്. തടസ്സങ്ങൾ കൂടാതെ ഫലങ്ങൾ വന്നു ചേരുവാൻ സഹായകരം തന്നെയാകുന്നു. ഈ പരാമർശിച്ചിരിക്കുന്ന രാശിക്കാർ ഏവരും ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. തടസ്സങ്ങൾ ഒഴിയുകയും ഇത്തരം സൗഭാഗ്യങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. പറയുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു.